നല്ല ചങ്ങായിമാരെ എന്തെല്ലാം വിശേഷം? രാവിലെ തന്നെ നല്ല ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചിട്ടൊക്കെയാണ് ഇട്ടന്ന്. ഒരു സ്പെഷ്യൽ ഡേയും കൂടെയാണ് ഇട്ടന്ന്. ഒന്ന് ഉമ്മാൻ്റെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഉമ്മ കർമ്മത്തിക്കായ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഇറക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയി. കുറച്ച് എകരത്തിലാണ് ഒരു മതിൽമ കയറിയിട്ട് അതങ്ങനെ ഒന്ന് അറുത്തിട്ട് ചാറാക്കാൻ വേണ്ടിയിട്ട് ഉമ്മാക്ക് കൊടുത്തിട്ടോ. അപ്പോൾ അതങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ ഏകദേശം ചോറ് നല്ല സമയമായിട്ടുണ്ട്. അപ്പോൾ നല്ല സദ്യ ഒന്നും തട്ടിക്കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു അതിഥിയും കൂടി ഉണ്ട് കേട്ടോ. നല്ല സദ്യയൊക്കെ അതങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. നമ്മൾ റിയൊക്കെ പരിപാടി തുടങ്ങി. ഇത് നമ്മളെ ഐസമ കേട്ടോ, നമ്മളെ വൈഫിൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവനൊന്ന് അതിഥിയായിട്ട് വന്നു. ഇങ്ങനെ ഒന്ന് ചെറിയൊരു പാക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് പോകേണ്ട ദിവസമായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇങ്ങനെ ഇങ്ങനെ നമ്മളെ NH വഴി നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. ഏട്ടനും ഫാമിലി എല്ലാവരുമായിട്ട് ഇങ്ങനെ യാത്ര അയക്കാണ്. അപ്പോൾ വെക്കേഷൻ ഏകദേശം തീർന്നല്ലോ. ഇനി അടുത്ത കൊല്ലം ഇൻഷാ അള്ളാ. അപ്പോൾ അതാ ഏട്ടനോട് യാത്രയൊക്കെ പറഞ്ഞു ഇങ്ങനെ എയർപോർട്ടിലെത്തി. ഏതൊരു പ്രവാസിയുടെയും സങ്കടമുള്ള നിമിഷമാണ് ഈ ഒരു ഗേറ്റ് കിടക്കുമ്പോൾ. അങ്ങനത്തെ നമ്മൾ അവിടുന്ന് ഫ്ലൈറ്റ് കയറിയിട്ട് ഏകദേശം അപ്പോൾ ഇതാ ഏകദേശം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം നാട്ടിൽ വന്നിട്ട് ഫാമിലിയുടെ കൂടെ പോയതും വൈഫിൻ്റെ കൂടെ പോയതും സ്പെൻഡ് ചെയ്തതും സ്റ്റേ ചെയ്തതും പാലക്കാടും ഒക്കെ ആയിട്ട് ഒരുപാട് ഓർമ്മകളുണ്ടായിരുന്നു. ഉമ്മാൻ്റെ പഴംപൊരിയും ഒക്കെ ആയിട്ട് നാട്ടിൽ ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ കിട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ദുബായ് ഉമ്മാൻ്റെ ഉണ്ണിയപ്പവും കൽത്തപ്പവും പഴംപൊരിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.